ഹലോ നമസ്കാരം. അമൈക്കസ് ക്യൂറി ഈ വാക്ക് ഒട്ടുമിക്ക മലയാളികളും ആദ്യമായി കേട്ടതോ ശ്രദ്ധിച്ചതോ ഇവിടം സ്വർഗമാണ് എന്ന ചിത്രത്തിലായിരിക്കും. മണിയും പിള്ള രാജചേട്ടൻ ചെയ്ത അഭിഭാഷകന്റെ കഥാപാത്രം എന്താണ് അമൈക്കസ് ക്യൂറി എന്ന് വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. പിന്നീട് മുല്ലപ്പെരിയാർ വിഷയത്തിലും അമൈക്കസ് ക്യൂറി എന്നത് നമ്മൾ കേട്ടു. എന്താണ് അമൈക്കസ് ക്യൂറി? എന്തിനാണ് അമൈക്കസ് ക്യൂറി? അമൈക്കസ് ക്യൂറി എന്നാൽ കോടതിയുടെ സുഹൃത്ത് എന്നാണ് അർത്ഥം. കോടതിക്ക് നേരിട്ട് ഇടപെടാൻ കഴിയാത്ത സാഹചര്യങ്ങളിലോ വിഷയങ്ങളിലോ ആയിരിക്കും അമൈക്കസ് ക്യൂറിയുടെ സഹായം ആവശ്യപ്പെടുന്നത്. അത് ഒരു വ്യക്തിയോ ഒരു സംഘമോ ആവാം. ആ വിഷയത്തിൽ പ്രാവീണ്യമുള്ളവരെ ആയിരിക്കും അമൈക്കസ് ക്യൂറിയായി നിയമിക്കുക. അതുകൊണ്ട് തന്നെ അമൈക്കസ് ക്യൂറി എപ്പോഴും ഒരു അഭിഭാഷകൻ ആവണമെന്നില്ല. നിഷ്പക്ഷമായ റിപ്പോർട്ടാണ് അമൈക്കസ് ക്യൂറി സമർപ്പിക്കേണ്ടത്. എന്നാൽ അമൈക്കസ് ക്യൂറി റിപ്പോർട്ട് എല്ലായ്പ്പോഴും കോടതി അംഗീകരിക്കണമെന്നില്ല. അത് തള്ളിയ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ജുഡീഷ്യൽ അധികാരങ്ങൾ ഒന്നും തന്നെയില്ല. ഇപ്പോൾ വീണ്ടും അമൈക്കസ് ക്യൂറി നമ്മൾക്കിടയിൽ ചർച്ചാ വിഷയമാവുന്നത് സിനിമയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരു സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ അധ്വാനം മാത്രമല്ല, പലരുടെയും സ്വപ്നം കൂടിയാണ്. അങ്ങനെ പ്രതീക്ഷയോടുകൂടി ജനങ്ങൾക്കായി സിനിമ ഇറങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ ഇഴകീറി പരിശോധിച്ച് സിനിമയെ പോസ്റ്റ്മോർട്ടം നടത്തി റിവ്യൂ പറയുകയും സിനിമയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം അമൈക്കസ് ക്യൂറി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വന്നത്. വിവാദങ്ങൾ ഉണ്ടാക്കി ക്ലിക്ക് ബൈറ്റ് കൂട്ടാനായിരിക്കരുത് റിവ്യൂ എന്ന് അമൈക്കസ് ക്യൂറി ശ്യാം പത്മൻ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ആരോമലിൻ്റെ ആദ്യ പ്രണയം എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ മുബീൻ റൌഫ് നൽകിയ ഹർജിന്മേലാണ് അമൈക്കസ് ക്യൂറി റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അറിയിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അറിയിക്കുകയും ചെയ്തു. എന്നാൽ നെഗറ്റീവ് റിവ്യൂ വന്നിട്ട് വിജയിച്ച സിനിമകളുണ്ടെന്നും ഇത്തരം റിവ്യൂ സാധാരണക്കാരെ എങ്ങനെ ബാധിക്കുമെന്ന് അറിയില്ല എന്നും കോടതി പറഞ്ഞു. റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാന കാര്യം എന്നത് സിനിമ ഇറങ്ങി 48 മണിക്കൂർ കഴിഞ്ഞേ റിവ്യൂ പാടുള്ളൂ എന്നാണ്. അതായത് സാധാരണ സിനിമാക്കാർ തന്നെ പറയാറുള്ള ബ്രീതിങ് സ്പേസ് എന്നത് നൽകണമെന്നാണ്. എല്ലാവർക്കും ഇൻ്റർനെറ്റ് ആക്സസ് ഉള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഉപയോഗിക്കുന്ന ആൾക്കാരുള്ള ഇടത്ത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ അതിൽ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത്. പ്രാബല്യത്തിൽ വരുമോ ഇല്ലേ എന്നൊക്കെ ഭാവിയിൽ നടക്കാനുള്ള കാര്യങ്ങളാണ്. അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഈ 48 മണിക്കൂർ എന്ന് പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിരൂപണം എന്നത് സിനിമ എടുക്കുന്നതിനേക്കാൾ കാര്യമായ പണിയുള്ളതാണെന്നാണ് അറിവ്. ഇപ്പോഴുള്ള ഡിജിറ്റൽ വേൾഡ് നോക്കുമ്പോൾ ഒരു സിനിമയെക്കുറിച്ച് അപഗ്രഥനം എന്നതിനേക്കാൾ പെട്ടെന്ന് അഭിപ്രായം അറിയുക എന്നതാണ് കാര്യം. ഭൂരിപക്ഷം പ്രേക്ഷകരും അതാണ് ആഗ്രഹിക്കുന്നത്. നിരൂപണം അതിൻ്റേതായ രീതിയിൽ നോക്കുകയാണെങ്കിൽ സിനിമയിലെ പ്രധാന വിഷയങ്ങളൊക്കെ സംസാരിക്കേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ സ്പോയിലർ വന്നേക്കാം. വായിക്കുന്നവർക്കോ വീഡിയോ കാണുന്നവർക്കോ അങ്ങനെ സിനിമയെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു പോകണമെന്ന ആഗ്രഹമായിരിക്കില്ല. ലാഗ് ഉണ്ടോ, കൊള്ളാമോ, പൈസ വസൂലാണോ, കോമഡി ഉണ്ടോ, മുന്നത്തെ പടവുമായി നോക്കുമ്പോൾ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും റിവ്യൂവിനെ ആശ്രയിക്കുന്നവർ പരിഗണിക്കുന്നത്. സിനിമയെക്കുറിച്ചുള്ള അപഗ്രഥനങ്ങൾ പഠനങ്ങൾ വരുന്നില്ല എന്നല്ല പറയുന്നത്. അത്തരം കണ്ടന്റ് ഉണ്ടാക്കാൻ എടുക്കുന്ന ഇമ്പാക്റ്റ് കുറവാണ് എന്നാണ് കരുതുന്നത്. ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയയിൽ ആദ്യ ദിവസം തന്നെ സിനിമ കണ്ടു കഴിഞ്ഞു. ഇതുപോലൊരു സിനിമ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഗംഭീര അനുഭവം, ഇതുപോലെ കട്ടകൂതറ പടം എന്നുള്ള ഒറ്റവരി ടൈറ്റിലുകളൊക്കെയായി സിനിമയുടെ സ്റ്റിൽ അല്ലെങ്കിൽ പോസ്റ്റർ വെച്ചൊരു പോസ്റ്റ് ഇടുന്നു. ചിലപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയ പോസ്റ്റുകൾ ഉണ്ടാകാം. എങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒറ്റവരി പോസ്റ്റുകൾക്ക് റീച്ച് കൂടുതലായിരിക്കും. അത് റിവ്യൂ എന്ന അപഗ്രഥനം എന്ന നിലയിൽ പരിഗണിക്കാൻ സാധിക്കുമോ? അഭിപ്രായ പ്രകടനം മാത്രമല്ലേ? ഈ അഭിപ്രായ പ്രകടനം തന്നെയാണ് മിക്ക ആൾക്കാരും റിവ്യൂ എന്ന നിലയിൽ പരിഗണിക്കുന്നത്. യൂട്യൂബിൽ വന്ന നിരൂപണത്തിൻ്റെ പേരിലാണ് കേസ് പോയിട്ടുള്ളതും ഈ റിപ്പോർട്ടൊക്കെ വന്നിട്ടുള്ളതും. ഫേസ്ബുക്കിനേക്കാൾ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നത് യൂട്യൂബിന് തന്നെയാണ്. ഒരാളുടെ റിവ്യൂ കാണുന്നു, സിനിമ കാണുന്നു, റിവ്യൂ ചെയ്യുന്ന ആളുടെ ടേസ്റ്റും കാഴ്ചക്കാരൻ്റെ ടേസ്റ്റും തമ്മിലുണ്ടാകുന്നൊരു മാച്ചിങ് ആണ് ഇവിടെ മിക്ക ആൾക്കാരുടെ കാര്യത്തിലും വർക്കാവുന്നത്. നെഗറ്റീവ് പറഞ്ഞ സിനിമകളും ഹിറ്റായിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ സിനിമ കാണാനുള്ള ചെലവിനെ വെച്ച് നോക്കുമ്പോൾ പ്രേക്ഷകൻ റിവ്യൂവിനെ ആശ്രയിക്കുന്നത് എങ്ങനെ തെറ്റു പറയാൻ സാധിക്കും? സിനിമയുടെ പ്രവർത്തകർ തന്നെ സ്പെഷ്യൽ ഷോ നടത്തി പുറത്തിറങ്ങുന്നവരെ വീഡിയോ എടുത്ത് ഓഡിയൻസ് റെസ്പോൺസ് എന്ന് പറഞ്ഞു വരുമ്പോൾ അതിനെ എങ്ങനെയാണ് പ്രേക്ഷകൻ വിശ്വസിക്കേണ്ടത്? റിവ്യൂ സിനിമയെ തകർക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന കണ്ടന്റും പ്രേക്ഷകനെ വഞ്ചിക്കുന്നതല്ലേ? ഒരു സിനിമയ്ക്ക് ഇന്ന ആൾ നെഗറ്റീവ് കൊടുത്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്ന സമയത്ത് തന്നെ അടുത്ത സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂ വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ വീഡിയോ ഭാഗം എടുത്ത് പ്രൊമോഷൻ ഉപയോഗിക്കുന്നത് കാണാം.
ഒരു കണക്കിന് പറഞ്ഞാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കൂടിയാണ് ഈ 48 മണിക്കൂർ ബ്ലോക്ക് ചെയ്യുന്നത് എന്നൊരു പക്ഷം കൂടിയുണ്ട്. ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് സിനിമ കാണുന്നു എന്ന പരിപാടി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അതിൻ്റെ ഒരു വേർഷനാണ് വാച്ചിങ്. ഇന്ന സിനിമ എന്ന് പറഞ്ഞ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുന്നത്. അത് കാണുന്നവരിൽ ഈ സിനിമ കാണാൻ പ്ലാൻ ഉള്ളവരുണ്ടെങ്കിൽ ചോദിക്കും, എടാ സിനിമ എങ്ങനെയുണ്ട്? പടം കണ്ടു കഴിയുമ്പോൾ അയാളുടെ അഭിപ്രായം പറയും. അങ്ങനെ എത്രയോ പേരുടെ അഭിപ്രായങ്ങൾ ആദ്യ ഷോ കാണുമ്പോൾ തന്നെ ആൾക്കാർക്കിടയിൽ എത്തുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്ന അഭിപ്രായങ്ങൾ വേറെ. ഡിജിറ്റൽ യുഗത്തിൽ ഇതും റിവ്യൂ തന്നെയാണ്. ഇതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്കൊരു സംശയമുണ്ടാകാം, ഇതിനൊന്നും വലിയ ഇമ്പാക്റ്റ് ഇല്ല, പ്രധാനമായിട്ട് വീഡിയോ റിവ്യൂ ആണ് പ്രധാന വിഷയം എന്നൊക്കെ. വീഡിയോ റിവ്യൂവിന് ഇമ്പാക്റ്റ് ഇല്ല, സ്വാധീനം ചെലുത്താൻ പറ്റില്ല എന്നല്ല പറയുന്നത്. അതിനും അപ്പുറം മൗത്ത് പബ്ലിസിറ്റി എന്നത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ 48 മണിക്കൂർ എന്ന് പറയുന്നത് ഈ അഭിപ്രായ പ്രകടനത്തെ കൂടി ബ്ലോക്ക് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുമോ? അതും റിവ്യൂ ആണല്ലോ. ഫ്രെയിം ബൈ ഫ്രെയിം, ഷോട്ട് ബൈ ഷോട്ട് അഭിപ്രായം പറഞ്ഞ് സിനിമയുടെ ആസ്വാദനത്തിന് തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള റിവ്യൂ വരുന്നത് ആദ്യ ദിവസം തന്നെ സിനിമയെ മോശമായി ബാധിച്ചേക്കാം. പക്ഷേ ഇത് എങ്ങനെ ഫിൽറ്റർ ചെയ്യാൻ സാധിക്കും? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നത് അത്ര ഈസിയായ പരിപാടിയൊന്നുമല്ല. റിവ്യൂ ചെയ്യാൻ പണം ആവശ്യപ്പെടുന്നു എന്ന കമൻറ്റുകൾ വരുമ്പോൾ അവർക്കെതിരെ കേസ് കൊടുക്കാൻ കൂടെ ബന്ധപ്പെട്ടവർ തയ്യാറാവുകയാണ് വേണ്ടത്. അല്ലാതെ അടച്ചാക്ഷേപിക്കുന്നത് എങ്ങനെ ശരിയാവും? ഒരു സിനിമയെ വലിച്ചു കീറുന്നതിന് പകരം ക്രിയാത്മകമായ ചർച്ചകളാവാം. സിനിമ സംസാരിക്കുന്ന വിഷയങ്ങളെപ്പറ്റി ചർച്ചകളാവാം. അങ്ങനെ ആരോഗ്യകരമായ ചർച്ചകൾ ഇനിയും മലയാള സിനിമയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും. ഓരോരുത്തരുടെയും ആസ്വാദന രീതി ഓരോ രീതിയിലാണ്. അതിനുള്ള സ്പേസ് വിട്ടിട്ട് വേണം റിവ്യൂ ചെയ്യാൻ. ഇനി നിങ്ങൾ പറയൂ, റിലീസായി 48 മണിക്കൂറിനുള്ളിൽ സിനിമ റിവ്യൂ ആവശ്യമില്ല എന്ന അഭിപ്രായത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു? അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീണ്ടും കാണാം.